നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. ദൈവം അനുഗ്രഹിക്കും. പുതിയ തീരുമാനങ്ങളുണ്ടാകും. ഒത്തിരി നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഈ അടുത്ത കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നവൻ ശരിക്കും അവൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന് പറഞ്ഞിരിക്കുക. ഡെക്കറേറ്റ് യുവർ ലൈഫ് വിത്ത് ബ്ലെസ്സിങ്സ്. അതായത് നിൻ്റെ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം അലങ്കരിക്കുമെന്ന്. ദൈവം നിൻ്റെ ജീവിതത്തെ ഡെക്കറേറ്റ് ചെയ്യും. നിൻ്റെ ഭവനത്തെ ദൈവം ഡെക്കറേറ്റ് ചെയ്യും. വയലിലെ പൂക്കളെ ദൈവം ഇത്രയും അലങ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു ധൈര്യമല്ലേ പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ ചിലരുണ്ടല്ലോ. എവിടെയൊക്കെയോ നമ്മളറിയാത്ത ആളുകൾ നമ്മുടെ നിയോഗത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഒരാൾ പോലും പ്രാർത്ഥിക്കാത്ത ആൾക്കാരുണ്ട്. ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവരുമുണ്ട്. അങ്ങനെയുള്ള നമുക്ക് വേണ്ടി നമ്മളെ ഒരു സംവിധാനം, ഒരു സൗകര്യമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര്. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരങ്ങൾ ഉയർത്താൻ ആരൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ധൈര്യമല്ലേ? ഇതൊക്കെ ബലമല്ലേ? ഇതൊക്കെയാണ് ബലം. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരുന്നവർ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ ശക്തിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലരൊക്കെ ഉണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ബലമാണ്. ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഈ 19-ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനം ശ്രദ്ധിക്കുകയാണ്. അത് സങ്കീർത്തനം 80-ാം അധ്യായമാണ്. 80-ാം അധ്യായത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് നിങ്ങളെല്ലാവരും ഈ 19-ാമത്തെ ദിവസം പ്രാർത്ഥിക്കണം. എന്നറിയോ ഹെഡിങ്? ഞങ്ങളെ പുനരുദ്ധരിക്കണമേ എന്നാണ്. ആ വാക്ക് നിങ്ങളൊന്ന് പറയണം. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണം. എന്താ